ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8:30 കാണും. ഞാനിന്നൊരു ഫംഗ്ഷന് വേണ്ടി പോവാണ്. എന്താ ഫംഗ്ഷൻ എന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇനി എനിക്ക് മാറ്റണം. ഡ്രസ്സൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് എന്താണെന്നുള്ളത് കാണിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാഗൊക്കെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. എൻ്റെ ഈ മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനതിന് സ്പെഷ്യൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക്. പോയിട്ട് വരാം. ബൈ. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ്. ഞാൻ കോളേജിലൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. MES കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇത് കാലിക്കറ്റിൽ മുക്കം ഭാഗത്താണ് വരുന്നത്, കട്ടാങ്ങലിലാണ് വരുന്നത്. ഞാൻ ഇവിടെയാണ് PG 2 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നത്, 2020 to 2022. അപ്പോൾ അന്ന് പോയതാണ്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത് ഇവിടേക്ക്. ഇതൊക്കെ എൻ്റെ ടീച്ചേഴ്സാണ്. 2-3 ആൾക്കാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതൊരു സെൽഫ് ഫിനാൻസ് കോളേജാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിലത്തെ ക്യാമ്പസിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പുറത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പഠിച്ച PGയിലുണ്ടായിരുന്ന ടൈമും അപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും 2 കൊല്ലത്തിന് ശേഷം കോളേജിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ ബാക്കിയുള്ളവരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ 2 പേര് എത്തിയിട്ടുണ്ട്. ആരും കറക്റ്റ് സമയത്തല്ല എത്തിയത്, കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് വന്നത്. ശരിക്കും എനിക്ക് ഇത്ര നേരത്തെ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര പഞ്ചുവലാണല്ലോ. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സാണ് വന്നിട്ടുണ്ട്, സെയ്ദ, ഹന. ഞങ്ങൾ ക്ലാസ്സിൽ 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അടക്കം 9 പേര്. അപ്പോൾ ഇന്ന് 8 പേരും ഉണ്ടാവും. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കോൺവൊക്കേഷനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ വെറുതെ റൂമിലിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ഹാനയൊക്കെ ലിപ്സ്റ്റിക്കും അതേപോലെ അവസാന പൊടിക്കൈകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അതിൻ്റേതായ ഓരോ പരിപാടികളിലാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഓരോരുത്തർ. ജെബീൻ, അഞ്ജന, മറിയം, ഖദീജ, ഹന, ഹിബ, സെയ്ദ ഇവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാവരും ഓരോ സ്ഥലങ്ങളായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം അവർ കോൺവൊക്കേഷൻ തരുന്നത്. ഒരു ഗ്രാൻഡ് കോൺവൊക്കേഷൻ തന്നെയാണ് അത്. കാരണം 2013 മുതലുള്ള ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കോൺവൊക്കേഷൻ. രാവിലെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെമോ പോലെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങൾ എന്നുള്ളതൊക്കെ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് അവർ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇരുത്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ചെയർസിൻ്റെ മുകളിലൊക്കെ ഞങ്ങളുടെ പേരൊക്കെ വെച്ച് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല രീതിയിലാണ് MESലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരെയും ക്യൂ ഒക്കെ ആക്കി നിർത്തിച്ച് ഞങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ പേരൊക്കെ വെച്ചിട്ട് കറക്റ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കാണിച്ചു തന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. കാരണം സെറിമണി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. സോ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. 2 വർഷത്തിന് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കഥകളൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ പല കഥകളും പല കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഹായ് ഗായ്സ്. അങ്ങനെ നമ്മൾ എന്തിനാ വന്നേ ഗായ്സ്? എന്തിനാ വന്ന ഹന? ഇതെല്ലാം വരും കേട്ടോ. ഇവയാണ് ഇന്നെന്താ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. കട്ടാങ്ങലുള്ള സ്മോക്കീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒത്തുകൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഫുഡും പിന്നെ മിൻറ്റ് ലൈമും ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വേഗം ഫുഡ് കഴിച്ചു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. 2 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. സോ 1:30 ആകുമ്പോഴത്തേനും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ വേഗം ഫുഡ് കഴിച്ച് പോയി. കോൺവൊക്കേഷനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ആക്ച്വലി കിട്ടില്ല എന്ന് വിചാരിച്ചേ, പക്ഷെ കിട്ടി. ഹായ് സീത, എന്താണ് കോൺവൊക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്? നമ്മളങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ്
ആരും കേട്ടാ നമുക്ക് സപ്ലൈ എങ്ങാനും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നല്ല തരാൻ സാധനം ഇത് ഊരിപ്പോയി. സെറ്റ്. ഞങ്ങൾ അവസാനം ഈ കോട്ടും തൊപ്പിയും ഇട്ടിരിക്കുന്നു. കിട്ടി ഗായ്സ്. Department of Psychology. First of all, I thank you for inviting me to this prestigious. അങ്ങനെ കോൺവൊക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഞങ്ങളുടെ കോളേജിലെ കുട്ടികളെല്ലാവരും കൂടെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ പഴയ കുറച്ച് മെമ്മറീസ് അടങ്ങിയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ച് ഭയങ്കര ഒരു ട്രീറ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഭയങ്കര പ്രൗഡായൊരു മൊമെൻറ്റ് തോന്നി. ആ ഗ്രാജുവേഷൻ്റെ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് മേടിച്ച സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം ഞാനത് കിട്ടാൻ വേണ്ടി കുറച്ചൊന്നും അല്ല കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. നടന്നെത്തി മനക്കുള്ള പന്തലിൽ പടിവാതിൽ കടപ്പാനുള്ള അനുവാദമേ
അങ്ങനെ കോൺവൊക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളായിരുന്നു. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ടൈമിലൊക്കെ ഒരുപാട് തവണ വീട്ടിൽ പോയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇവരോടെല്ലാവരോടും ചാച്ച ബായ് ബായ് ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഇടക്കാലത്ത് എവിടെയോ പൊഴിഞ്ഞു പോയ ഒരു സന്തോഷം തിരിച്ചു കിട്ടിയൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഹായ്, അങ്ങനെ ഇന്നത്തെ ഡേ അവസാനിച്ചു. ഇപ്പോൾ സമയം ഒരു 9:30 ആയി കാണും. ഇന്നത്തെ കോൺവൊക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഫ്രഷായി. എനിക്ക് നല്ല തലവേദന ഉണ്ട്. ഇന്ന് രാവിലെ പോയതാണ്. പിന്നെ വെയിൽ കൊണ്ട് അല്ലറച്ചില്ലറ പരിപാടി ഫുള്ളൊന്ന് മൊത്തത്തിൽ ഓരോ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ നല്ല ടയേർഡാണ്. പിന്നെ കോൺവൊക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കുറച്ച് നെർവസും ഹാപ്പിയും ഒക്കെ ഉള്ള നല്ലൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.